ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യത്തിന്റെ മന്ത്രം വന്ദേമാതരം, സമൃദ്ധിയുടെ മന്ത്രം ആത്മനിർഭർ ഭാരത് എന്ന പ്രമേയവുമായി രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. കർത്തവ്യപഥിൽ നടന്ന പരേഡ് ജനാധിപത്യത്തിന്റെ ശക്തിയും സമ്പന്നമായ പൈതൃകവും വിളിച്ചോതുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാഭ്യാസ സാമൂഹിക പുരോഗതിയിൽ കേരളം മുന്നിലെന്നും ഡിജിറ്റലൈസേഷൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ മാതൃകയെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയം ചർച്ച ചെയ്യും. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2025 വൈജ്ഞാനിക പുരസ്കാരങ്ങളുടെ വിതരണം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പരാതികൾ ഈ മാസം 30 വരെ സമർപ്പിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. അഭിമാനത്തോടെയും ആവേശപൂർവ്വവും രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർത്തവ്യപഥിൽ നടന്ന ഗംഭീരമായ പരേഡ് ജനാധിപത്യത്തിന്റെ ശക്തി, പൈതൃകത്തിന്റെ സമ്പന്നത, ഐക്യം എന്നിവ വിളിച്ചോതിയതായി അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. റിപ്പബ്ലിക് ദിനാഘോഷവേളയിൽ അതിഥികളായി യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റും ഇന്ത്യയിലെത്തിയത് ഇരുപക്ഷവും തമ്മിൽ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തത്തിന്റെ സൂചനയാണെന്നും അദ്ദേഹം പറഞ്ഞു. യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ, യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ എന്നിവർ നാളെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച് അന്തിമ ധാരണ ചർച്ചയിലുണ്ടാകുമെന്നാണ് സൂചന. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാജ്യം. രാവിലെ ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നടന്ന ചടങ്ങുകൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു നേതൃത്വം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകം സന്ദർശിച്ച് വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. സ്വാതന്ത്ര്യത്തിന്റെ മന്ത്രം വന്ദേമാതരം, സമൃദ്ധിയുടെ മന്ത്രം ആത്മനിർഭർ ഭാരത് എന്നതായിരുന്നു ഈ വർഷത്തെ പ്രമേയം. ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ച പ്രധാന ആയുധ സംവിധാനങ്ങൾ പ്രദർശിപ്പിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക പരിഷ്കരണം തുടങ്ങി വിവിധ മേഖലകളിൽ കേരളം രാജ്യത്ത് മുൻനിരയിലാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഡിജിറ്റലൈസേഷൻ ഉൾപ്പെടെയുള്ള നിരവധി മേഖലകളിൽ കേരളം രാജ്യത്തിന് നേതൃത്വം നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ തുടങ്ങിയവരും MLA-മാരും ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ഭരണഘടനയിൽ ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്നതിലൂടെ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാനാകുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ കൊല്ലത്ത് റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ വികസനവും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും സാധ്യമാക്കിയതായി ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ബഹുമുഖ വൈവിധ്യങ്ങളുണ്ടായിട്ടും രാജ്യത്തെ അചഞ്ചലമായി നിലനിർത്തുന്നത് നമ്മുടെ രാഷ്ട്രബോധമാണെന്നും അത് കാത്തുസൂക്ഷിക്കണമെന്നും കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അഭിപ്രായപ്പെട്ടു. ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ കവരത്തി സ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് SP ദീപക് കുമാർ ദേശീയ പതാക നിവർത്തി പരേഡിനെ അഭിവാദ്യം ചെയ്തു. വിദ്യാഭ്യാസം, ആരോഗ്യം, വിവരസാങ്കേതികം, വിനോദസഞ്ചാരം, ഗതാഗതം, മത്സ്യബന്ധനം, കാർഷികം തുടങ്ങിയ മേഖലകളിൽ സുപ്രധാന വികസന പദ്ധതികൾക്ക് അഡ്മിനിസ്ട്രേഷൻ തുടക്കം കുറിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്ന് മമ്മൂട്ടി. മാതൃരാജ്യത്തിന് നന്ദി. പത്മഭൂഷൺ സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ച രാജ്യത്തിനും ജനങ്ങൾക്കും സർക്കാരിനും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി എന്നും അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് കേരളത്തിൽ നിന്ന് പുരസ്കാരത്തിന് അർഹനായ ജസ്റ്റിസ് KT തോമസ് പ്രതികരിച്ചു. എനിക്ക് സന്തോഷമാണ്. കാരണം ഇത് ഞാൻ അങ്ങോട്ട് അപ്ലൈ ചെയ്യാതെ തന്നെ എന്നെ കൺസിഡർ ചെയ്തതല്ലേ. പത്മഭൂഷണം അങ്ങനെയായിരുന്നു. എന്നെ ആരാണ് നോമിനേറ്റ് ചെയ്തതെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ഇത് ചിലപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ നേരിട്ടുള്ള ഒരു തീരുമാനമായിരിക്കണം. പത്മശ്രീ പുരസ്കാരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്ന് കലാമണ്ഡലം വിമല മേനോൻ. 1964 മുതൽ നടത്തിവരുന്ന നൃത്ത സബരിക്ക് ലഭിച്ച ഈ അംഗീകാരം കലാരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും സമർപ്പിക്കുന്നതായും ശ്രീമതി വിമല മേനോൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. എനിക്ക് ഈ പത്മശ്രീ അവാർഡ് കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. 1964 മുതലുള്ള എൻ്റെ ഈ പ്രയാണത്തിൽ ഈ 2025 വരെയുള്ള എല്ലാ കലാകാരന്മാരെയും മുൻനിർത്തിക്കൊണ്ട് ഈ പത്മ പുരസ്കാരം ഞാൻ അവർക്ക് സമർപ്പിക്കുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച നാളെ നടക്കും. നന്ദിപ്രമേയം വ്യാഴാഴ്ച TP രാമകൃഷ്ണൻ MLA അവതരിപ്പിച്ചിരുന്നു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2025 വൈജ്ഞാനിക പുരസ്കാരങ്ങൾ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്യും. വൈകിട്ട് തിരുവനന്തപുരം വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാകും. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. പട്ടികയിന്മേലുള്ള പരാതികൾ ഈ മാസം 30 വരെ സമർപ്പിക്കാം. കരട് SIR റോളിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ടവരും പുതിയ അപേക്ഷകരും ഫോം 6 ഉപയോഗിച്ച് അപേക്ഷിക്കണം. വരയാടുകളുടെ പ്രജനനകാലം കണക്കിലെടുത്ത് ഇരവികുളം ദേശീയോദ്യാനം ഫെബ്രുവരി 1 മുതൽ അടച്ചിടും. സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ഏപ്രിൽ 1 വരെ തുടരുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. രാജമല, മേസ്തിരിക്കെട്ട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ പുതിയ വരയാടിൻ കുഞ്ഞുങ്ങൾ ജനിച്ച പശ്ചാത്തലത്തിലാണ് ഈ നടപടി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. വരയാടുകളുടെയും നീലക്കുറിഞ്ഞിയുടെയും പ്രധാന സംരക്ഷണ കേന്ദ്രമായ ഇരവികുളത്ത് ജനുവരി ആദ്യവാരം മുതൽ തന്നെ വരയാടുകളുടെയും കുഞ്ഞുങ്ങളെ കണ്ടു തുടങ്ങിയിരുന്നു. അമ്മയാടുകൾക്കും കുഞ്ഞുങ്ങൾക്കും തടസ്സമില്ലാത്ത സാഹചര്യം ഒരുക്കുകയാണ് ഉദ്യാനം അടച്ചിടുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഏപ്രിൽ 1 ഉദ്യാനം സന്ദർശകർക്കായി വീണ്ടും തുറന്നു നൽകും. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഹാമിൽട്ടൺ പീഠഭൂമി എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം 1975 ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. വന്യജീവി സംരക്ഷണത്തിൽ പുലർത്തുന്ന മികവിന് 2025 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി ഇരവികുളം തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 വഡോദരയിലാണ് മത്സരം. പയ്യന്നൂർ മുൻ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ V. കുഞ്ഞികൃഷ്ണനെ CPIM പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി ജില്ലാ സെക്രട്ടറി KK രാഘേഷ് കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുഞ്ഞികൃഷ്ണൻ നടത്തിയത് കടുത്ത അച്ചടക്ക ലംഘനമാണെന്നും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ രക്തസാക്ഷി ഫണ്ടിലും കെട്ടിട നിർമ്മാണ ഫണ്ടിലും അഴിമതി നടന്നതായി ശ്രീ കുഞ്ഞികൃഷ്ണൻ ആവർത്തിച്ചു. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ വിരമിക്കൽ ആനുകൂല്യ വിതരണ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ വൈകിട്ട് തിരുവനന്തപുരം വെട്ടുകാട് കമ്മ്യൂണിറ്റി ഹാളിൽ മന്ത്രി V. ശിവൻകുട്ടി നിർവഹിക്കും. ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാകും. തിരുവനന്തപുരം മലയങ്കീട് താലൂക്ക് ആശുപത്രിയുടെ പുതിയ 6 നില മന്ദിരത്തിന്റെ ഉദ്ഘാടനം നാളെ മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം ഉൾപ്പെടെ ആധുനിക രീതിയിൽ സജ്ജീകരിച്ച മന്ദിരം മലയോര മേഖലയിലെ ജനങ്ങൾക്ക് അഭയ കേന്ദ്രമായി തീരുമെന്ന് മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വാതന്ത്ര്യത്തിന്റെ മന്ത്രം വന്ദേ മാതരം, സമൃദ്ധിയുടെ മന്ത്രം ആത്മനിർഭർ ഭാരത് എന്ന പ്രമേയവുമായി രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. കർത്തവ്യപഥിൽ നടന്ന പരേഡ് ജനാധിപത്യത്തിന്റെ ശക്തിയും സമ്പന്നമായ പൈതൃകവും വിളിച്ചോതുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാഭ്യാസ സാമൂഹിക പുരോഗതിയിൽ കേരളം മുന്നിലെന്നും ഡിജിറ്റലൈസേഷൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ മാതൃകയെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയം ചർച്ച ചെയ്യും. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2025 വൈജ്ഞാനിക പുരസ്കാരങ്ങളുടെ വിതരണം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പരാതികൾ ഈ മാസം 30 വരെ സമർപ്പിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.